എവ്രിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഓണത്തിന് ഇടാൻ പറ്റിയിട്ടുള്ള കുറച്ച് അടിപൊളി കമ്മലുകളാണ്. ഇയറിംഗ് ഹോളാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഞാൻ ആമസോണിൽ കുറേ നാളായിരുന്നു തപ്പണു. ജ്വല്ലറി സെറ്റ്സിനൊക്കെ അത്യാവശ്യം വില ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല അടിപൊളി ജുംകാസും അതുപോലെ തന്നെ നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്സിഡൈസ്ഡും അതുപോലെ തന്നെ ഗോൾഡൻ സെറ്റും അങ്ങനെ കുറേ കണ്ടു. അപ്പോൾ അങ്ങനത്തെ കമ്മലുകളുടെ ഒരു മഹനീയമായ കളക്ഷനാണെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. കട ഓപ്പണിങ് പോലെ ഉണ്ട്, പക്ഷെ കടയൊന്നുമല്ല. നമ്മുടെ കയ്യിലൊരു 10 അടുത്തുണ്ട്. ഞാനപ്പോൾ എല്ലാം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ മറക്കാണ്ട് ചെയ്യേണ്ട ഒരു കാര്യം, മേക്ക് ഷുവർ ദാറ്റ് യു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ആൻഡ് ഓൾസോ മേക്ക് ഷുവർ യു ഗിവ് എ ബിഗ് തംസ് അപ്പ് ഫോർ ദിസ് വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് കമ്മലുകൾ മാത്രമാണ് കേട്ടോ, സെറ്റ്സ് ഇല്ല. പക്ഷേ ഞാനിന്ന് ഇട്ടേക്കണ ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം. കാരണം ഇത് ഞാൻ കുറേ നാളൊരു 2 വർഷം മുന്നെന്തോ മേടിച്ചിട്ടുള്ള ഒരു സെറ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ഞാൻ ഇട്ടുതരാം. ഇതിന് അറൗണ്ട് ഒരു 400 സംതിങ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വൈകിപ്പിക്കേണ്ട, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു 2 പെട്ടി നിറയെ സാധനങ്ങളുണ്ട് കേട്ടോ. ഫുള്ള് ഇയറിങ്സ് മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നോക്കാം. യെസ്, നിങ്ങൾ ഇനി ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ മറക്കാണ്ട് ഫോളോ ചെയ്യുക. ഞാനിവിടെ കുറേ എൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഈ അടുത്ത് ഇങ്ങനത്തെ സ്റ്റോറീസ് ഇട്ടപ്പോൾ അത്യാവശ്യം നല്ല റെസ്പോൺസ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുറച്ച് ലൈഫ് എക്സ്പീരിയൻസസും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഇപ്പോഴത്തെ എൻ്റെ സ്ഥിരം പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് അൺഫോളോ ചിൽപ്പിൽ വന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് ആദ്യത്തെ തന്നെ പെട്ടി തുറക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബോക്സ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ കിട്ടിയത് തന്നെ അതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ജുംക. വന്നിട്ട് അടിപൊളി പീസാണ് കേട്ടോ. എല്ലാതും വന്നിട്ട് ഒരു 350 റുപ്പീസിൻ്റെ താഴെയാണ് എല്ലാത്തിനും റേറ്റ് വന്നിട്ട് കേട്ടോ. അത്യാവശ്യം എല്ലാ ഒരു റേറ്റിംഗ് ഉണ്ടാവുള്ളൂ. എന്തായാലും 400 താഴെയാണ്, പക്ക 400 താഴെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ജുംക വന്നിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു ജുംക്കയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ പിക്ചർ കണ്ടപ്പോൾ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഐ ലവ് ഇറ്റ്. ഓക്കെ, അടിപൊളി സംഭവമാണ്. അത് അത്യാവശ്യം നല്ല വലിയൊരു ജുംക്കയാണ്. അപ്പോൾ നമുക്കത് ഇട്ട് നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ജുംക വന്നിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ജുംക്കയാണ് കേട്ടോ. ഇതാണ് ഈ ഒരു ജുംക വന്നിട്ട്. നല്ല അത്യാവശ്യം ഹെവിയാണ്, ഭയങ്കര ഹെവി ഒന്നല്ല, പക്ഷെ നിങ്ങൾക്ക് ഇടാൻ പറ്റാവുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ ജുംക കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് കിടക്കാം. ഇനി അടുത്തത് എൻ്റെ കയ്യിൽ വന്നിട്ട് ഈ ഒരു പെട്ടിയാണ്. ഇത് വന്നിട്ട് ഷൈനിങ് ദീവ പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും, സോ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കമ്മൽ. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് കമ്മലാണ് കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ജുംക്കയാണ്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇത് വന്നിട്ട് നിറയെ പേൾസൊക്കെ വെച്ചിട്ട് ഫില്ലായിട്ടുള്ളൊരു ജുംക്കയാണ് കേട്ടോ. ഒരു റെഡ് കളർ ഉണ്ട്. ഞാൻ വാങ്ങുമ്പോൾ റെഡ് കളർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഫോട്ടോയിൽ ഞാൻ ശ്രദ്ധിക്കാണ്ടിരുന്നതാണ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കമ്മൽ വന്നിട്ട്. ഇതിനും ഏകദേശം ആ ഒരു റേഞ്ച് തന്നെയാണ്. എല്ലാം ഞാൻ പറഞ്ഞ പോലത്തെ ഒരു റേഞ്ചിലാണുള്ളത്. ഇതാണ് നമ്മുടെ ഏറ്റവും വലുത്. ഇത് അതിലും ചെറുതാണ് കേട്ടോ. ഞാൻ വാങ്ങുമ്പോൾ വിചാരിച്ചു ഇതായിരിക്കും വലുത് എന്നുള്ളത്. പക്ഷെ ഇത് അത്ര വലുതൊന്നല്ല, ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ളൊരു കമ്മലാണ്. അപ്പോൾ നമുക്ക് ഇതിട്ട് നോക്കാം. ഇങ്ങനെയാണ് ഈ ഒരു ജുംക്ക വന്നിട്ട്. അത്യാവശ്യം അത്ര വലിയ ജുംക്കയൊന്നല്ല, കുറച്ചൊരു കുട്ടിപ്പിക്കിരി ജുംക്കയാണ്. എനിക്ക് ഇത് അത്യാവശ്യം ചെറുതാണ്. ഇതിൻ്റെ കൂടെ നല്ലൊരു ചോക്കറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് പെയർ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പം ഞാൻ ഇടാത്തതിൻ്റെ റീസൺ എൻ്റെ ഈ മാല അത്യാവശ്യം വലുതാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ കമ്മലിൻ്റെ ഒരു ഇടുപ്പുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു മാല ഇടാത്തത്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ അടുത്ത ജുംക്ക വന്നിട്ട്. ഇപ്പോൾ ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട്, ഫെസ്റ്റീവ് സെയിൽ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്നും കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ആക്ച്വലി ഇവിടെ നല്ല ചൂടാണ്. എനിക്കറിയില്ല എത്രയും മഴയൊക്കെ പെയ്തിട്ടാണ് ഇത് പറയണേ. പിന്നെ എൻ്റെ ലൈറ്റും നല്ല അപാര ചൂടാണ്. നിങ്ങളെൻ്റെ ലിപ്സ്റ്റിക് ഹോൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഞാൻ കുറേ ന്യൂഡ് ലിപ്സ്റ്റിക്സും കാര്യങ്ങളുടെയൊക്കെ ഒരു ഹോൾ ചെയ്തിട്ടുണ്ട്, എവറി ഡേ വെയർ ലിപ്സ്റ്റിക്സ് ആയിട്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് അടുത്തതും വന്നിട്ട് ഷൈനിങ് ദിവ പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആണ്. അപ്പോൾ അത് വന്നിട്ട് ഈ ഒരു പേൾ സ്റ്റഡാണ്. പേൾ സ്റ്റഡല്ല, ഇതൊരു ഹാങ്ങിങ് ഒക്കെ ഉള്ള ഒന്നാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്ത കമ്മൽ വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു എന്താ പറയുക, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി പേൾസാണ്. നമുക്കിതിട്ട് നോക്കാം. ഇതിൻ്റെ റേറ്റും ഏകദേശം ആ ഒരു റേറ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഒരു 300 റുപ്പീസിൻ്റെ താഴെയാണ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ അടുത്ത കമ്മൽ വന്നിട്ട്. ഇതിൽ വലിയ കമ്മലുകളും ഉണ്ട് കേട്ടോ, ചെറിയ കമ്മലുകൾ മാത്രമല്ല. ഇതൊരു മീഡിയം സൈസ്ഡാണ്. ഇതിപ്പോൾ നിങ്ങൾ നല്ല കുർത്തിയുടെയോ അങ്ങനെ അതിൻ്റെയൊക്കെ ഒപ്പം സ്റ്റൈൽ ചെയ്താൽ ഇത് അത്യാവശ്യം ഡെയിലി വെയർ എന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല. പക്ഷേ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, അത്ര ഹെവിയൊന്നും അല്ല. മിക്കവർക്കും ഉണ്ടാകുന്നൊരു പ്രോബ്ലം എന്താ വെച്ചാൽ ഹെവി ആയിട്ടുള്ള കമ്മലുകളാകുമ്പോൾ
ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്ക് തോന്നുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് മേർജായി പോയത്. അതാണ് നമ്മുടെ അടുത്ത കമ്മൽ. എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്, കുഴപ്പമില്ലാത്തൊരു കമ്മലാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ പേൾസ് ഉണ്ട്. ആ മുകളിലും ചുറ്റും കുഞ്ഞു ബീഡ്സ് വെച്ചിട്ട് സംഭവം ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ അടുത്ത കമ്മൽ. ഐ റിയലി ലൈക്ക് ഇറ്റ് ആൻഡ് യെസ് ഐ വുഡ് റെക്കമെൻഡ് ദിസ് ടു യു ഗൈസ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടെന്നുള്ളത് എന്നോട് താഴെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. ഓക്കെ, എനിക്കിത് ഭയങ്കര ക്രേസാണ് കേട്ടോ. എനിക്ക് ജുവലറീസിനോട് അല്ലെങ്കിലും പണ്ട് തൊട്ട് ഭയങ്കര ഭ്രാന്താണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കമ്മൽ. ഇത് വന്നിട്ട് യെല്ലോ ചൈൻസ് എന്നാണോ? ഇല്ല, വേറെ എന്തൊരു ബ്രാൻഡാണ്. MRP എന്നിട്ട് 1499 ആണ് കേട്ടോ. എന്ന പേര് പറയുന്നത് യെല്ലോ ചൈൻസ് എന്നാണ് ഇത് വന്നിട്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ അടുത്തൊരു കമ്മൽ വന്നിട്ട്. ഇത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഇത് അത്യാവശ്യം ഹാങ്ങിങ് വലിയൊരു ടൈപ്പ് കമ്മലാണ് കേട്ടോ. ഇങ്ങനെയാണിത് വരുന്നത്. ഇത് മാത്രം മതിയാവും. ഒരു അത്യാവശ്യം ഒരു വീനെക്ക് ടോപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും റൗണ്ട് നെക്കിൻ്റെ കൂടെ ഇത്രയും ചെറിയ കമ്മലുകൾ ഇടാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. ഇട്ടാൽ തന്നെ നിങ്ങൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചോക്കറോ അങ്ങനെ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു നെക്ക് പീസും കൂടെ വെച്ച് സെറ്റ് ചെയ്താൽ ഭംഗിയുണ്ടാവും. അതല്ല നിങ്ങൾ വലിയൊരു കമ്മലാണ് ഇടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും കുറച്ച് വലിയ കമ്മലിടുകയാണെങ്കിൽ നെക്ക് സ്പേസ് കൂടുതൽ കാണിക്കുന്നുണ്ടെങ്കിൽ വലിയ കമ്മലിടുക. അതല്ലാത്ത പക്ഷം ചെറിയ കമ്മലിട്ടിട്ട് ഒരു മാല വെച്ച് പേരതാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിട്ട് നോക്കിയാലോ കേട്ടോ. ഈ ഒരു കമ്മൽ അത്യാവശ്യം വലുതാണ്. എനിക്ക് തോന്നുന്നു അമ്മമാർക്കൊക്കെ കുറച്ചൊക്കെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് അങ്ങനത്തെ ഒരു ഫീല് വരുന്നുണ്ടെന്ന്. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്. അത്ര ഹെവിയൊന്നുമല്ല. ഞാൻ വെച്ച് കുറച്ച് ഹെവി ആയിരിക്കും എന്നുള്ളത്. അത്ര ഹെവിയൊന്നുമല്ല, കാരണം ആ സ്റ്റഡിന് മാത്രമേ വെയിറ്റ് ഉള്ളൂ. താഴെയുള്ള ഗുങ്ക്രൂസിനൊന്നും അത്ര വെയിറ്റ് ഇല്ല. അപ്പോൾ പേൾസ് ആണ്, ഗുങ്ക്രൂസ് അല്ല പേൾസ് ആണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കമ്മലുകളോട് എനിക്ക് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു പെർട്ടിക്കുലർ ഡിസൈനോട് വലിയ താല്പര്യമില്ല. പക്ഷെ കുഴപ്പമില്ല കേട്ടോ. എനിക്കങ്ങനെ ഇഷ്ടക്കേടെന്നൊന്നും പറയാനുള്ളതില്ല. പക്ഷെ ഒരു കുഴപ്പമില്ലാത്തൊരു കമ്മലല്ലേ. ഞാനിപ്പോഴാണെല്ലാം ഇട്ട് നോക്കുന്നത്. ഞാൻ മുന്നേ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആ കാരണം കൊണ്ടെല്ലാം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എല്ലാം ഇട്ട് നോക്കുന്നത്. സ്വെറ്റിംഗ് ഗൈസ്. വാട്ട് ഈസ് ദിസ്? ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത കമ്മൽ. ഐ ഹോപ്പ് യു ലൈക്ക് ദിറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നോട് പറയാൻ മറക്കരുത്. ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെക്കൗട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഞാൻ ഇപ്രാവശ്യം ഓണത്തിന് മേക്കപ്പ് ലുക്സ് ഒന്നും ചെയ്യണില്ല. കാരണം ഈ ഒരു ലുക്ക് ഞാൻ ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. കാരണം കണ്ണ് മാത്രമാണ് ഇതിലൊരു സ്പെഷ്യാലിറ്റി ഉള്ളതുള്ളൂ. വേറൊക്കെ ബേസൊക്കെ സെയിം തന്നെയാണ്. ഞാൻ ചെയ്യുന്ന കുറേ ബേസ് മേക്കപ്പ് വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾക്കത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓണത്തിന് ഒരു ലുക്കും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പെട്ടിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ എത്രാമത്തെയാണ്? 1 2 3 4 5 5th കമ്മലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെന്താ നോക്കാം. ഇതൊരു അത്യാവശ്യം നല്ല യമണ്ടൻ സാധനമാണ്. ഇതും യെല്ലോ ചൈൻസ് എന്നാണ്. ഇത് വന്നിട്ട് ഒരു ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ആണ് കേട്ടോ. ഇതാണ് ഈ അങ്ങനത്തെ കുറേയൊക്കെ ഉണ്ടല്ലോ. മുംബൈയിലുള്ള സമയത്ത് അവിടുത്തെ ബാൻഡ്രയിലുള്ള സ്റ്റോഴ്സിലൊക്കെ പോയിട്ട് വാങ്ങാറുണ്ട്. ഇതിനൊക്കെ ജസ്റ്റ് 100 രൂപയാണ് അവിടെ ഉള്ളൂ. ഇവിടെ വന്നിട്ട് ഞാൻ ഇതിനൊരു 300-200 സംതിങ് ആയിട്ടുണ്ട് കേട്ടോ അതിന്. അപ്പോൾ നമുക്ക് ഇതിട്ട് നോക്കാം അടുത്തത് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇതൊക്കെ കുറച്ചും കൂടെ കോൺട്രാസ്റ്റിങ്. ഇപ്പോൾ ഞാൻ ഇട്ടേക്കണ പോലത്തെ റെഡ് ഉണ്ടല്ലോ, അങ്ങനത്തേൻ്റെയൊക്കെ ഒപ്പം ഇതൊക്കെ പോവും. അയ്യോ, എൻ്റെ ചെവി കുറേ കമ്മലിട്ടിട്ട് കമ്മലിൻ്റെ പണി തരില്ല. എൻ്റെ ചെവിയുടെ പണി തീരും. പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ? ഐ എം ഡൂയിങ് ദിസ് ഫോർ യു ഗൈസ്. ഇതാണ് അടുത്ത കമ്മൽ. ഓക്കെ, ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും കേട്ടോ. എന്തായാലും വെയിറ്റ് ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. ഇട്ട് നോക്കട്ടെ. ഇതിന് വെയിറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത കമ്മൽ വന്നിട്ട്. ഇവിടെ ഒരു മിററൊക്കെ വന്നിട്ട് കേട്ടോ. കണ്ടോ, ഇവിടെ ഒരു മിററൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും വന്നിട്ട് ഷൈനിങ് ദേവേ എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതേതാ നമുക്ക് നോക്കാം. യെസ്, ഇതൊരു ഇയർ കഫാണ് കേട്ടോ. ഇത് അത്യാവശ്യം വലുതാണ്. ഇതിനെ ഞാൻ എന്താ പറയുക, നിങ്ങൾക്കിതിപ്പോൾ എല്ലാവർക്കും ഇതൊരു കപ്പ് ഓഫ് ടീ ആവില്ല. ചിലവർക്ക് മാത്രം ഇഷ്ടപ്പെടാവുന്ന ഒരു സാധനമാണ്. ഇതിന് ഞാൻ സ്റ്റൈൽ ചെയ്യാനൊരു സൂത്രം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുന്നത്. കണ്ടോ, ഇതിൻ്റെ താഴെ കുറേ പേൾസ് ഉണ്ട്. ഇയർ കഫാണ് ഇത്. നിങ്ങൾ ഇടേണ്ട രീതി ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വെച്ച് ഹുക്ക് ചെയ്തിട്ട്, നിങ്ങൾക്ക് ഇടാറിയില്ലെങ്കിൽ ഇടറിയാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ ജസ്റ്റ് ഇതിനെ ഇവിടെ വെച്ച് ഹുക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഇതിനെ ഇവിടെ ഹാങ് ചെയ്തിടുക. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഒരു ഐഡിയ. നിങ്ങൾക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കമ്മലിനെയും കൂടി എടുത്തിട്ട് ഇതിൻ്റെ കൂടെ വെച്ച് പെയർ ചെയ്യാം. കാരണം ഇതിനത്ര ഹെവി അല്ലല്ലോ. കണ്ടോ, മേ ബി കേട്ടോ, അതെനിക്ക് അത്ര ഉറപ്പില്ല. ഐ എം ജസ്റ്റ് ട്രൈയിങ് ദിസ്. നമുക്ക് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഏതാന്ന് നോക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വന്നിട്ട് ഈ ഒരു കുട്ടി പിഗിരി കമ്മലാണ്. ഇത് വന്നിട്ട് യെല്ലോ ചൈൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഗ്രീൻ കമ്മലാണ്. ഇതാണ് നമ്മുടെ അടുത്ത കമ്മൽ വന്നിട്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇങ്ങനത്തെയൊക്കെ ഞാൻ കുറേ പേര് ഇട്ട് കണ്ടിട്ടുണ്ട്.
അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതിൻ്റെ ഗോൾഡൻ ടോണൊക്കെ നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം ഹെവിയാണ്, ഭയങ്കര ഹെവി അല്ല, പക്ഷെ ഇതിൻ്റെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടുള്ള ഹെവിനെസ് അതിനുണ്ട്. അത് നിങ്ങൾക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു കമ്മലുമാണ്, അത്ര വലുതൊന്നുമല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കമ്മൽ വന്നിട്ട്. അത്യാവശ്യം നല്ല ക്യൂട്ട് ആൻഡ് കുട്ടി കമ്മലാണ്. അപ്പോൾ നിങ്ങൾക്കിത് വല്ല ഗ്രീൻ കളർ പട്ടുപാവാടയുടെ ഒപ്പോ ചുരിദാറിൻ്റെ ഒപ്പോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് നമ്മുടെ അടുത്തത്. ഇതിൻ്റെ കുറേ കളർ വേരിയേഷൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇയറിംഗ് വന്നിട്ട്. അപ്പോൾ എന്തായാലും അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്, കാരണം കുറേ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ, കാരണം ഇതിൻ്റെ കുറേ വേർഷൻസ് ഞാൻ അവിടെയും കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ, ഓൾസോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. എന്നാലാണ് നിങ്ങൾക്ക് ആ കമ്മിങ് വീഡിയോസ് ആയാലും റെക്കമെൻഡേഷനിലൊക്കെ വരുള്ളൂ. അപ്പോൾ എല്ലാ വീക്കും ഞാൻ വീഡിയോ ഇടാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് മടി പിടിച്ചിടാറില്ല, കാരണം ഇപ്പോൾ വലിയ സംഭവം ഫലമായിട്ടൊന്നും നടക്കുന്നില്ല. ഈ അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫ് ഞായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അതാണ് ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ചെയ്യേണ്ട കാര്യം അറിയാലോ, സബ്സ്ക്രൈബ് ചെയ്യാൻ. ഓൾസോ ഐ വിൽ ബാക്ക് വിത്ത് another video very very soon. Till then, this is Michelle signing off and bye. Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go.